കൊളപ്പുള്ളിയപ്പൻ വേറെ മട്ടും പടുതിയും കണ്ടട്ടെ. സത്യത്തിൽ ഇപ്പൊ ആരാ ഗൾഫിൽ നിന്ന് വന്നത്? നീയല്ലേ വന്നത്? അതിന്റെ വിശ്വാസക്കുറവല്ലോ ഉണ്ട്. നിങ്ങളുടെ ഈ വേഷവും നിങ്ങളുടെ ഈ സംസാരം കണ്ടെങ്കിൽ നല്ല സംശയമുണ്ട്. എടി ഇതൊക്കെ നീ വന്നത് പ്രമാണിച്ച് ഞാൻ റെന്റിനെടുത്ത സാധനങ്ങളല്ലേ, ഒരു ഡംപീസ്. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കാൻ ആ എയർപോർട്ടിന്റെ വെളി വന്ന് നിൽക്കത്തില്ലായിരുന്നോ? ഞാൻ ഗേറ്റ് വരെ വന്നായിരുന്നല്ലോ. അയ്യോ, നമ്മുടെ വീണ്ടും മുമ്പത്തെ ഗേറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങളെ കാണാഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു ടാക്സി പിടിച്ച് ഞാൻ തന്നെ എന്റെ 500 രൂപ കാശ് കൊടുത്തിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. എനിക്കറിയാം, ഞാനവിടെ വന്നിരുന്നെങ്കിലേ ആ 500 ഞാൻ കൊടുക്കേണ്ടി വന്നേനെ. എടി അതെ, നീ വന്നപ്പോ മുതൽ നിന്നോട് എന്തോ ഒരു കാര്യം ചോദിക്കണം. അത് വിട്. എടി നീ ഗൾഫിൽ പോയ 5 വർഷം, ആ 5 വർഷം ഞാൻ ഇവിടെ എങ്ങനെ കഴിച്ചുകൂട്ടി എന്നൊക്കെ അറിയാവോ? നിങ്ങൾ ആ കഴിച്ചു കൂട്ടിയ ബില്ലൊക്കെ ഹോട്ടലുകാരൻ എനിക്ക് അയച്ചു തന്നായിരുന്നു. അത് പറ്റാൻ വേണ്ടി പിന്നെ 2 കൊല്ലം കൂടെ ഞാൻ അവിടെ കിടന്ന് പണിയെടുത്തത്. എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിങ്ങളുടെ സംസാരത്തിൽ ഒരു നാടകീയതയുണ്ട്. ഇത് ലൈഫ് കിടുക്കൻ പൊള്ളി സാധനം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്ര നേരമല്ല ഞാൻ വന്നിട്ട്, എനിക്ക് ലൈറ്റ് ആയിട്ടൊരു ചായ ഇട്ട് തരുമോ? ചായ എന്നാലും നീ ഇവിടെ വന്നിട്ടു. നിങ്ങൾ എന്താ മനുഷ്യ കേട്ടിട്ട് കേൾക്കാത്ത പോലെ നിൽക്കുന്നേ? എടി ലൈറ്റ് ആയിട്ട് തന്നാ പോരെ, കുറച്ച് കഴിയട്ടെ. അയ്യോ, ഈ തലനെ കൂടി ഞാൻ തോച്ചി. എടി നീ അങ്ങനെ പറയല്ലേ. നീ ഗൾഫിൽ പോയിട്ട് ഇന്നേരമായിട്ട് ഇവിടെ ഉപ്പുണ്ടാ, മുളകുണ്ടാ, മല്ലിയുണ്ടാ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ഉപ്പിന്റെ മുളകിന്റെ കാര്യമൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഉപ്പും മുളകും മാത്രം ഉണ്ടായാൽ കാര്യാവൂല, അതിന് മീൻ വേണം, മുട്ട വേണം. ഇത്രയും നാളും ഉപ്പും മുളകും കഴിച്ചു കഴിച്ച എന്റെ മുഖം ഉപ്പനെ പോലെയായി. സ്വന്തം അപ്പന്റെ കൂട്ടല്ലാതെ മക്കളുടെ മുഖം പിന്നെ 6 കൂട്ടിരിക്കുന്നു. അപ്പനല്ല ഉപ്പൻ, ചകോരം. ഇങ്ങനെ പറയാനായിട്ട് ഞാനവിടെ വെറുതെ ഇരിക്കുന്നില്ല. ഒന്നുമില്ലെങ്കിൽ എന്റെ സ്റ്റാറ്റസ് നോക്കണം. ഞാൻ കണ്ട് വെളുപ്പാൻ കാലത്ത് 2 മണിക്ക് ബാക്ക് ടു ഹോം എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ. അയ്യോ, എന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിന്റെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ ഗൾഫിൽ കോസ്റ്റ്യൂമർ വിത്ത് ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ്. അറബിയുടെ മക്കളുടെ ബൊമ്മയ്ക്ക് ഉടുപ്പിട്ട് കൊടുക്കുക, ആ ബൊമ്മയുടെ മുടി ജീവി കൊടുക്കുക, ഇതൊക്കെ നീ പറഞ്ഞ കോസ്റ്റ്യൂം വിത്ത് ഹെയർ സ്റ്റൈൽസ്. ഒന്ന് പോടോ അങ്ങോട്ട്. നീ വന്നപ്പോ മുതൽ എന്തോ ഒരു എന്തുവാന്ന് വെച്ചാ ചോദ്യം. അത് വിട്. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യത്തിൽ ഈ വിസയും പാസ്പോർട്ടും ആർക്കാ വന്നത്? എനിക്കാ വന്നത്. എന്നിട്ട് നിങ്ങൾ പോയോ? എനിക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യാഞ്ഞിട്ടാണോ മച്ചാ പിന്നെ നിങ്ങൾ എന്നെ കയറ്റിവിട്ടത്? അയ്യോ, നിന്നെ പിരിഞ്ഞിരിക്കാനല്ല. ഈ സുന്ദരമായ കേരളത്തെ, എന്റെ കേരളം എത്ര സുന്ദരം, ഈ സുന്ദരമായ കേരളത്തെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല. ഇതാണ് ഞാൻ എന്തെങ്കിലും പറയാൻ വേണ്ടി കാത്തിരിക്കാൻ, പിണങ്ങാനായിട്ട്. സാരല്ല, പിണക്കം മാറ്റാനുള്ള ട്രിക്കൊക്കെ എന്റെ കയ്യിലുണ്ട്. മനമറിയുന്നോളെ. എനിക്ക് മനമറിയുന്നില്ല. എടി, അപ്പൊ നീ വന്നു, നമ്മൾ സംസാരിച്ചു, അടുത്തിടപഴകി, ഒരു പാട്ടും കഴിഞ്ഞു. ഇനി എനിക്കിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പഴാണെങ്കിൽ ഇവിടെ ആരുമില്ലല്ലോ. നമ്മൾ ചാറ്റ് ചെയ്ത് മീറ്റ് ചെയ്യാൻ വന്നവരല്ലല്ലോ. ഞാൻ നിങ്ങളുടെ കാര്യല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വാതിലിന് ചോദിക്കും. അത് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ഇത് വന്ന് കേറിടുന്നത് എങ്ങനെ ചോദിക്കാന്ന് കരുതിയിട്ടാണ്. ഒരു ചെറിയ ചമ്മലും ഒരു ചെറിയ ജാള്യതൊക്കെ എനിക്കുണ്ട്. ചോദിക്കട്ടെ? കുഴപ്പമില്ല. പെട്ടി പൊട്ടിക്കാം. കെട്ടിപ്പിടിക്കാന്നല്ല, ഈ പെട്ടി പൊളിക്കാന്ന്. ഏത് പെട്ടി? ഈ പെട്ടി. ഇതിപ്പോ പൊളിക്കുന്നില്ല, 2 ദിവസം താമസമുണ്ട്. അയ്യോ, മരടിലെ ഫ്ലാറ്റൊക്കെ നിസ്സാര സമയം കൊണ്ടാണ് പൊളിച്ചത്, പിന്നെ നീ പെട്ടി പൊളിക്കാൻ 2 ദിവസം. ഇതിലെന്തോ തേങ്ങ ഇരുന്നിട്ടാ നിങ്ങൾ പെട്ടി പൊളിക്കാന്ന് പറയുന്നത്? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ നീ കൊണ്ടുവന്നിട്ടുണ്ട്. മനസ്സിലായില്ല? അതോ മേടിച്ചപ്പോ ഒന്നല്ല 2 മേടിച്ചു. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇതിലാണോ? ഗ്ലൗസാ. കൈ പൊള്ളത്തുമില്ല, കൈ മുറിയത്തുമില്ല. അയ്യോ, ഇതല്ല പറഞ്ഞത്. പിന്നെ അത് ചോദിച്ചാ പോരെ. കൈ നീട്ട്. ദൈവമേ, ഇതെന്നാ ഇത്? Q7 ടെൻറ്റോൾ, രോഗാണുക്കളിൽ നിന്ന് പ്രതിദിന പരിരക്ഷ 10 മടങ്ങ് ശക്തമായ Q7 ടെൻറ്റോൾ. ഇതിന്റെ ബ്രാൻഡിങ് പറയാനല്ല പറഞ്ഞത്, എന്റെ ബ്രാൻഡിയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അതൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. പെട്ടിയിലൊക്കെ എന്താണ്? ആ പെട്ടി ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളത്. അത് ശരി. അപ്പൊ സ്വന്തമായിട്ടൊരു പെട്ടി പോലാണ്ട് കെട്ടിയെടുത്തിരിക്കണം മരപ്പട്ടി. പിന്നെ ഗൾഫിലൊരു ഇഷ്യൂ ഉണ്ടായി. ഗൾഫിൽ ഒരു വിഷയമുണ്ടായി. എന്ത് വിഷയം? അല്ല, എന്നാലും നീ വന്നപ്പോ ഞാൻ ചോദിക്കാൻ. ആരോടാ? നീ ഗൾഫിലുണ്ടായ വിഷയം എന്താന്ന് വെച്ചാ ഇതാണ്. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തി കാണിക്കും. അല്ല, എന്നാലും നീ നിങ്ങൾ അത് ഓർക്കുമ്പോ പറഞ്ഞാ മതി. പക്ഷെ ഞാൻ ഭാഗ്യവതിയാ. ഗൾഫുകാർ കേൾക്കുന്ന സ്ഥിരം ചോദ്യം, എന്നാ മടങ്ങി പോന്നേ, അത് കേട്ടില്ല. ഇത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ മറന്ന കാര്യം. എന്നാ തിരിച്ചു പോണേ? ഹലോ, ഞാനല്ല ഇനി പോന്നേ, നിങ്ങളാ. നിങ്ങൾക്കുള്ള വിഷയമായിട്ടാ ഞാൻ വന്നത്. ഞാനാ? അപ്പൊ എന്റെ ഇനി ആ പാട്ട് ഞാൻ പാടും. എന്റെ കേരളം എത്ര സുന്ദരം.